ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സ്ട്രോബെറി ചെടിയെക്കുറിച്ചാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു പഴമാണ് സ്ട്രോബെറി. നമുക്ക് ആ സ്ട്രോബെറി പഴം അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കുക. നമ്മുടെ മധുര പലഹാരത്തിലൊക്കെ സ്ട്രോബെറി പഴം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, പഴുത്തത്. അതുപോലെ തന്നെ നമുക്ക് ജാമായിട്ട് കഴിക്കാൻ പറ്റും. ആൻറ്റി ഓക്സിഡൻറ്റ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു പഴമാണ് ഈ ഒരു സ്ട്രോബെറി. അതോടൊപ്പം വൈറ്റമിൻ സിയുടെ കലവറയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലുള്ള വട്ടവട എന്ന സ്ഥലത്താണ്. ഇവിടെ സ്ട്രോബെറി കൃഷി ചെയ്യുന്ന പാടത്തു നിന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇതിൽ നിറയെ കായ്കളുണ്ട്, ചിലതിലൊക്കെ പൂക്കളുമുണ്ട്, പിന്നെ ചിലതൊന്നും നന്നായിട്ട് പഴുത്തിട്ടില്ല. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് സ്ട്രോബെറി നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്തുന്നത്. ഇത് പതിഞ്ഞ് കിടന്നുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. നമ്മളെ കക്കിരി, വെള്ളരി, കുമ്പളങ്ങയൊക്കെ നമുക്കറിയിങ്ങനെ മണ്ണിലിങ്ങനെ പതിഞ്ഞ് കിടന്നിട്ടാണ് ഉണ്ടാവുന്നത്. അതുപോലെ ഇതിങ്ങനെ പതിഞ്ഞ് കിടന്നിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്ട്രോബെറി ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് മണ്ണിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇലകൾ നശിച്ചു പോകും. അതുപോലെ തന്നെ ഇതിലുള്ള കായ്കൾക്കും മണ്ണിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ കായ്കൾ പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ, ഈ ഒരു മെത്തേഡിൽ ഇവർ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഈ രീതി ഞാൻ പറഞ്ഞു തരാം. നന്നായിട്ട് പോട്ടി മിക്സൊക്കെ നിറച്ചിട്ട് പോട്ടി മിക്സിൽ കൊടുക്കുന്നത് ചാണകപ്പൊടി, അതുപോലെ തന്നെ ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ മണൽ ഇട്ടിട്ടാണ് നല്ലൊരു ഇങ്ങനെ കൂമ്പാരം പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നന്നായിട്ട് മണ്ണിങ്ങനെ തടം കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് നന്നായിട്ട് കവർ ചെയ്തിട്ട് അതിൽ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഓരോ ഭാഗത്തും ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ആ ഓരോ ഹോൾസിലാണ് ഈ തൈകൾ നട്ടുകൊടുത്തത്. അങ്ങനെ നട്ടുകൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് യാതൊരു കേടുപാടുകൾ വരില്ല. കാരണം ഇലകളൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന പഴം, അതായത് നമ്മുടെ സ്ട്രോബെറി പഴം ഇതിൽ നിലത്ത് തട്ടാതെ, അതായത് മണ്ണിൽ തട്ടാതെ നല്ല ഫ്രഷായിട്ട് അവർക്കിങ്ങനെ കിട്ടും കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഇതെടുത്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. നല്ല മധുരം ഉണ്ട് കേട്ടോ. ചിലത് നല്ല പഴുത്താൽ നല്ല മധുരവും, പിന്നെ മൂക്കാത്തത്, അതായത് അധികം പഴുക്കാത്തതിന് പിന്നെ ചെറിയൊരു പുളിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഡിസംബർ മാസത്തിൽ അവരുടെ വിളവെടുപ്പ് നടത്തി കഴിഞ്ഞു. ഇനി ജനുവരി, ഫെബ്രുവരി മാസത്തിലെ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. നല്ല രീതിയിൽ അത്രയ്ക്കും എത്ര ഏക്കറിലാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അത്രയും സ്ഥലത്ത് നല്ല വിസ്തൃതിയിലാണ് ഈ ഒരു സ്ട്രോബെറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല രീതിയിൽ നമുക്കിത് നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ, ഈ ഒരു സ്ട്രോബെറി ചെടിക്ക് നല്ല ഹൈറ്റുള്ള പോട്ട് ആവശ്യമില്ല. ഒരു പരന്ന പോട്ടിൽ നമ്മൾ നട്ട് കൊടുത്തിട്ട് അതൊരു എന്ത് ചെയ്യണം, ഒരു മതിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു ഉയരമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈ ഇലകളും അതുപോലെ തന്നെ ഇതിൻ്റെ പഴങ്ങളും ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മളിത് നട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇലകൾക്കും കേടുപാടുകൾ വരില്ല, അതുപോലെ തന്നെ പഴത്തിനും വരില്ല. അല്ലാതെ നമ്മുടെ ചെടിച്ചട്ടിയിൽ സാധാരണ നമ്മൾ ചെടി നടും പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി നടും പോലെ വെച്ച് കൊടുത്തിട്ട് അത് മണ്ണിലിങ്ങനെ തട്ടി നിൽക്കുകയാണെങ്കിൽ ഈ പഴം നമുക്ക് ഉണ്ടായി വരുന്ന പഴം നമുക്ക് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും കേട്ടോ. അത് നശിച്ചു പോകും. അങ്ങനെ നശിക്കാതിരിക്കാൻ നമ്മൾ അല്ലെങ്കിൽ ഇതുപോലെ ഷീറ്റൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഈ ചട്ടീൻ്റെ മുകളിൽ ഷീറ്റിന് പകരം എന്തെങ്കിലും ഒരു ചകിരിൻ്റെ തുമ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ കായ്കളും മണ്ണിൽ തട്ടാത്ത രീതിയിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. നമുക്ക് ഉണ്ടാവും കേട്ടോ. കാരണം ഇത് മൂന്നാറിൽ നമുക്കറിയാം തണുപ്പുള്ള സ്ഥലമാണെങ്കിലും നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർഷ്യൽ വെയിലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്ട്രോബെറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്ട്രോബെറി പഴത്തിൻ്റെ ഒരു പഴം എടുത്തിട്ട്, ഒരു പഴുത്ത പഴം നമ്മൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു തുണിയിലൊക്കെ പൊതിഞ്ഞ് വെച്ചാൽ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പഴം ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ കുറേ വിത്തുകൾ കാണാം. ആ വിത്തുകൾ ഇട്ടിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഇതിൻ്റെ കടഭാഗത്തു നിന്ന് വേരുള്ള ഭാഗത്തു നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പിന്നെ നനയ്ക്കുന്ന സമയത്ത് നനവ് നന്നായിട്ട് ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈർപ്പം ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ നനയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കടഭാഗത്ത് വെള്ളം വീഴാത്ത രീതിയിലാണ് നമ്മൾ നനച്ച് കൊടുക്കേണ്ടത്. അത് 2 ആഴ്ച കൂടുമ്പോൾ ഇവർക്ക് നല്ലൊരു വളവും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ നമുക്ക് സ്ട്രോബെറി ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഒരു സ്ട്രോബെറിൻ്റെ ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ